2024 റിലീസ് ചെയ്ത ഒമർ ലുലു ചിത്രമാണ് ബാഡ് ബോയ്സ്. തിയേറ്ററിലെത്തിയ സിനിമ നീണ്ട 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് OTT ഇറക്കുന്നത്. ബാലരമ കഥകളോട് കിടപിടിക്കുന്ന ഒരു കഥയായിരുന്നു സിനിമയ്ക്ക്. കൂടാതെ വെറുപ്പിക്കുന്ന ഡയലോഗുകളും ഇക്കിളിട്ടാൽ പോലും ചിരി വരാത്ത കോമഡികളാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത. പക്ഷേ കളർഫുള്ളായ സ്റ്റൈലിഷായ മേക്കിംഗ് സിനിമക്ക് നൽകിയിട്ടുണ്ട്. 80കളിലോ 90കളിലോ ഇറങ്ങേണ്ട ഈ ഒരു സിനിമ ന്യൂ ജനറേഷൻ സിനിമയാക്കി മാറ്റാൻ ഒമർ ലുലു ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായ എല്ലാ സംഭവങ്ങളെയും വ്യക്തികളെയും ഒരാവശ്യമില്ലാത്ത സിനിമയിൽ കുത്തിക്കയറ്റുക. അങ്ങനെ ഏച്ചു കെട്ടിയപ്പോൾ മുഴിച്ചു നിൽക്കുന്ന സിനിമ സോഷ്യൽ മീഡിയ റെഫറൻസുകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സിനിമയുടെ മുഴുവൻ കഥയും ഹരിശ്രീ അശോകൻ ചെയ്ത കഥാപാത്രം സൈജു ഗ്രൂപ്പിനോട് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. നടൻ സുരേഷ് ഗോപിക്ക് ഒരു തട്ട് കൊടുത്തിട്ടാണ് സിനിമ ആരംഭിക്കുന്നത് തന്നെ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു തട്ടിപ്പും വെട്ടുമില്ലാത്ത ഒരാളാണെന്ന്. അതെങ്ങനെ മനസ്സിലായി? നിന്റെ വണ്ടിയുടെ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ കണ്ടപ്പോൾ. റോക്കി എന്ന കഥാപാത്രത്തിന്റെ കാർ രജിസ്ട്രേഷൻ പോണ്ടിച്ചേരിയാണെന്നാണ് പറയുന്നത്. സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്ത് ടാക്സ് വെട്ടിച്ച സംഭവത്തിൽ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ സുരേഷ് ഗോപി MPയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. വ്യാജവിലാസത്തിൽ പുതുച്ചേരിയിൽ 2 ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്തത് വഴി 30 ലക്ഷം രൂപ സർക്കാരിന് നഷ്ടമുണ്ടായെന്നാണ് കേസ്. തുടക്കത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു താങ്ക്സ് പറയുന്നതായിരുന്നു ഇതിലും നല്ലത്. മലയാള സിനിമയുടെ സ്ഥിരം വേട്ടമൃഗമാണ് ബോബി ചെമ്മണ്ണൂർ. ദൈവമേ കൈത്തോഴാം, കേക്കുമാറാകണം, ടമാർ പടാർ, മരുഭൂമിയിലെ ആന എല്ലാ സിനിമകളിലും ബോബി ചെമ്മണ്ണൂറിനെ കണക്കിന് പരിഹസിക്കുന്നുണ്ട്. ഒമർ ലുലു ഈ സിനിമയിലും അത് തന്നെ തുടർന്നു. പിഷാരടി അവതരിപ്പിച്ച റോക്കി എന്ന കഥാപാത്രം ബോബി ചെമ്മണ്ണൂരിന്റെ പല ചേഷ്ടകളും വസ്ത്രരീതികളും ഈ ഒരു ഡയലോഗും വരെ കോപ്പി അടിച്ചിട്ടുണ്ട്. അതിനിടയിൽ ആഷിഖ് ബനായ സോങ്ങിന്റെ ഒരു ഭക്തിഗാന പാരഡിയും കേൾപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന ഗാനവും സിനിമയിൽ പാടുന്നുണ്ട്. സിനിമയിൽ ബിനീഷ് ബാസ്റ്റിന്റെ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ പ്രശാന്ത് നീൽ ചിത്രമായ സലാറിന്റെ കോസ്റ്റ്യൂമിലാണ് വരുന്നത്. സിനിമയുടെ BGM കേൾപ്പിക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന ജഗതിയുടെ സിനിമാ രംഗം 1999 വിനയൻ സംവിധാനം ചെയ്ത ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിൽ നിന്നുമാണ്. വാണി വിശ്വനാഥ് ആയിരുന്നു ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സിനിമയിൽ മോഹൻലാലിന്റെ ഡ്യൂപ്പിനെ കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ താരമായ മുകേഷ് എന്ന വ്യക്തിയാണ് കാണിക്കുന്നത്. സാഗർ എലിയാസ് ജാക്കിയിലെ BGM ഉപയോഗിക്കുന്നുണ്ട്. സിനിമയിൽ ബാബു ആന്റണിയുടെ ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോൾ ഉണ്ട്. ഇൻട്രോ സീനിൽ ബാബു ആന്റണിയുടെ പഴയ കാലത്തെ ചില മാസ് രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. 95 റിലീസ് ചെയ്ത ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് എന്ന സിനിമയിൽ നിന്നുള്ള ഒരു രംഗമായിരുന്നു ഇത്. കാർണിവൽ സിനിമയിൽ മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുന്ന ബാബു ആന്റണിയുടെ രംഗവും കാണിക്കുന്നുണ്ട്. ചന്ദ സിനിമയിൽ അദ്ദേഹം സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഒരു പഴയകാല രംഗവും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിനിടയിൽ ബിബിൻ ജോർജ് അവതരിപ്പിച്ച കഥാപാത്രം ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ബാബു ആന്റണിയെ കുറിച്ച് ഒരു ഡയലോഗും പറയുന്നുണ്ട്. നാട്ടിൽ ജോലിയും കൂലിയും ഇല്ലാതെ ഗുണ്ടായി നടക്കുന്ന മുതുക്കന്മാരായ 4 യുവാക്കളുടെ കഥയാണ് സിനിമ പറയുന്നത്. വണ്ടിപ്രേമിയായ ഒരു സിഗ്മാമേൽ കഥാപാത്രം, ഭക്ഷണപ്രിയനായ മറ്റൊരു കഥാപാത്രം, ബിബിൻ ജോർജും പിന്നെ ഇവർക്കെല്ലാം ക്യാപ്റ്റനായ ബ്രഹ്മാന്റെ കഥാപാത്രവും. തല്ലുകൊള്ളാൻ വേണ്ടി പണം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ആൾക്കാരെ സെറ്റ് ചെയ്യുകയും അവരെ തല്ലി ഗുണ്ട ഇമേജ് നിലനിർത്തുന്നവരാണ് ഈ 4 പേരും. പേര് കേട്ട ഗുണ്ടയായ ബാബു ആന്റണിയെ ആളറിയാതെ തല്ലി ബോധം കെടുത്തിയതിന്റെ പേരിൽ അവരുടെ ഗ്യാങ് ചോദിക്കാൻ വരുന്ന രംഗമുണ്ട്. ടിനി ടോമും സുധീറും ചെയ്ത 2 കഥാപാത്രങ്ങളായിരുന്നു അത്. ആട് സിനിമ പോലെ അവർക്ക് സെപ്പറേറ്റ് BGM എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രശസ്തമായ ഒരു തമിഴ് സിനിമയിലെ രംഗമാണ് ഇവിടെ അനുകരിക്കുന്നത്. രജനീകാന്ത് ചിത്രമായ ഭാഷയിൽ ഒരു ഫൈറ്റ് സീനിടയിലുള്ള ഒരു ഡയലോഗായിരുന്നു അത്. ഇതുപോലെ ഒരു രംഗം നിങ്ങൾ പണ്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ ഒരു ഗാങ്സ്റ്റർ സിനിമയിലെ ഒരു മാസ് രംഗമായിരുന്നു ഇത്. 1991 T ദാമോദരൻ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത അഭിമന്യു എന്ന സിനിമയിലെ ഒരു രംഗം. ഒരു കുട്ടി വന്ന് വാൾ കൈമാറുന്ന ഈ ഒരു രംഗത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം ഒമർ ലുലു ഈ ഒരു രംഗം ഉണ്ടാക്കിയത്. മാധ്യമ പ്രവർത്തകരെ കളിയാക്കുന്ന ഒരുപാട് രംഗങ്ങൾ സിനിമയിലുണ്ട്. റോക്കി പറയുന്ന ഈ ഒരു സംഭവം ശാന്തിയുടെ ദിനേശ് ഒരിക്കൽ യൂട്യൂബിൽ പറഞ്ഞ ഒരു ഡയലോഗാണ്. അബിയെക്കുറിച്ചും ഷൈൻ നിഗത്തെക്കുറിച്ചുമായിരുന്നു ആ ഒരു ഡയലോഗ് പറഞ്ഞത്. ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കുന്ന ഈ ഒരു ചോദ്യത്തിനും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ആടുജീവിതം സിനിമയും നോവലും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയതാണ്. അതിന് കാരണമായത് നജീബ് എന്ന വ്യക്തിയും
ഒരു ഇന്റർവ്യൂക്കിടെ അദ്ദേഹത്തോട് മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന കാലത്ത് ഇതെല്ലാം തന്നെ സിനിമയാകുമെന്ന് ഓർത്തിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തെയാണ് ഈ രംഗത്തിലൂടെ പരിഹസിക്കുന്നത്. ടിനി ടോമിന്റെ ഈ ഒരു രംഗം കാണുമ്പോൾ പണ്ട് പാണ്ടിപ്പട സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച ഈ ഒരു രംഗമാണ് ഓർമ്മ വരിക. ഫോർഗോട്ടൺ മലയാളം മൂവീസ് റോസ്റ്റിംഗിലൂടെ വീണ്ടും വൈറലായ പല പഴയ മലയാള താരങ്ങളെയും ഈ സിനിമയിലേക്ക് ഒമർ ലുലു കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയിൽ നായകന്റെ അച്ഛനായി വരുന്ന ദേവന്റെ കഥാപാത്രമാണ് അതിലൊന്ന്. ദേവ്ജി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ഈ സിനിമയിലൂടെ വീണ്ടും കൊണ്ടുവരികയാണ്. മറ്റൊന്ന് ഷാങ്കിയാണ്. ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ശങ്കർ. ഞാൻ പ്രേം മേനോൻ. അദ്ദേഹത്തിന്റെ കരിയർ പീക്കിൽ നിൽക്കുന്ന കാലത്ത് ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയിലെ കഥാപാത്രത്തിന്റെ റെഫറൻസ് ആണ് ഈ സിനിമയിലൂടെ കൊണ്ടുവന്നത്. പക്ഷെ വളരെ അസഹനീയമായ ഒരു കഥാപാത്രമായിട്ടാണ് ശങ്കറിനെ കാണിക്കുന്നത്. ഫീൽഡ് ഔട്ട് ആയവരെല്ലാം തന്നെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും ഫീൽഡ് ഔട്ട് ആക്കുന്ന ഒരു ഒമർ ലുലു ബ്രില്യൻസ് ആയിരിക്കാം അത്. ചാവേർ പട എന്നൊരു പഴയ സിനിമയിലെ ഒരു കഥാപാത്രമായിരുന്നു ബാദുഷാ ഖാൻ. ബാദുഷാ ഖാൻ ആ ഒരു കഥാപാത്രത്തെ അങ്ങനെ തന്നെ ഈ സിനിമയിലേക്ക് ഒമർ ലുലു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്യാമ്പസിൽ ഞങ്ങൾ ലഹരി ഒഴുക്കും. ആറാട്ട് സിനിമയിലെ മോഹൻലാലിന്റെ BGM ആണ് ബിജുകുട്ടൻ ചെയ്ത കഥാപാത്രത്തിന് നൽകിയത്. ഏജന്റ് എക്സ് എന്ന പേരും കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ മറ്റൊരിടത്ത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ രാഹുൽ ഗാന്ധിയുടെ ഒരു പഴയ ഡയലോഗും കാണിക്കുന്നുണ്ട്. വെങ്കായം, തൈര്, കല്ലുപ്പ്, വില്ലേജ് കുക്കിംഗ് ചാനലിൽ വന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ചില ഡയലോഗുകൾ മറ്റു പല അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആ ഡയലോഗുകളെല്ലാം തന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സുമായി ഒരു കണക്ഷൻ ഒമർ ലുലു കൊടുത്തിട്ടുണ്ട്. ബിജുക്കുട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഈ ഒരു ഡയലോഗ് കേൾക്കുക. ഞാനും നിങ്ങളെ പോലെ ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. നമുക്ക് നവമാരെ പോക്കണം. വിക്രം, ലിയോ സിനിമകളിൽ കമൽഹാസൻ പറഞ്ഞൊരു ഡയലോഗായിരുന്നു இந்த சொசைட்டியை ஒரு ட்ரக் ஃப்ரீ சொசைட்டியா மாத்தணும்னா ஒரு ட்ரக் ஃப்ரீ சொசைட்டிக்கு அதுக்கு மரியாதை பண்ணணும் சார். അത് ഫസ്റ്റ് ഹാഫിൽ ബാബാനിനെ തല്ലി വലിയ ഗുണ്ടകളായി മാറുന്ന നായകന്മാർ സെക്കൻഡ് ഹാഫിൽ ലഹരി മാഫിയക്കെതിരെയാണ് പോരാടുന്നത്. സിനിമ അവസാനിക്കുന്നതോ വമ്പിച്ച ട്വിസ്റ്റായിക്കൊണ്ട് ഒരു അവയവ മാഫിയ കടന്നു വന്നുകൊണ്ടാണ്. അതിനിടയിൽ അജു വർഗീസ് പറയുന്ന ഈ ഒരു ഡയലോഗ് കേൾക്കുക. കോടികൾ എല്ലാം ലോണ് കരുവന്നൂർ ബാങ്കിലെ. കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നൊരു ബാങ്കിലെ തട്ടിപ്പിനെയാണ് ആ വാക്കിലൂടെ സൂചിപ്പിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. പക്ഷെ അതൊക്കെ അവിടെ പറയേണ്ട ആവശ്യകത എന്താണെന്നൊന്നും വ്യക്തമല്ല. മാർക്കോസിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഭക്തിഗാനത്തെ കുറിച്ച് സിനിമയിൽ പറയുന്നുണ്ട്. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു. ദേവരാഗം സിനിമയ്ക്ക് വേണ്ടി MM കീരവാണി സംഗീതം നൽകിയ ശശികല ചാർത്തി എന്ന ഗാനത്തിന്റെ ഒരു ട്യൂണും സിനിമയിൽ കേൾപ്പിക്കുന്നുണ്ട്. ഷാറുഖ് ഖാൻ അറ്റ്ലി ചിത്രമായ ജവാന്റെ റെഫറൻസും സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ വിജയുടെ തെറി സിനിമയെ ഓർമ്മിപ്പിക്കും വിധം രാത്രിയിൽ മഴയത്തുള്ള ഒരു ഫൈറ്റും കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായ പലരെയും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ റിവ്യൂ പറയാൻ വേണ്ടി സിനിമയിൽ ആറാട്ടണ്ണനുണ്ട്. ഡാൻസ് കളിച്ചുകൊണ്ട് സിനിമാ റിവ്യൂ പറയാൻ വേണ്ടി അലൻ ജോസ് പെരേരയുണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ ഓടി നടന്നുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ധ്യാൻ ശ്രീനിവാസനും സിനിമയിൽ ഒരു കഥാപാത്രത്തെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആങ്കറായ ഹൈദർ അലിക്കും സിനിമയിൽ ഒരു കഥാപാത്രത്തെ നൽകിയിട്ടുണ്ട്. നടൻ ബാലക്കും സിനിമയിൽ ഒരു കാമിയോ റോൾ നൽകിയിട്ടുണ്ട്. ശ്രീകാന്ത് വെട്ടിയാർ സിനിമയിൽ വാർത്ത വായിക്കുന്ന ഒരു കഥാപാത്രമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊപ്പി, മല്ലു ട്രാവലർ തുടങ്ങിയവരുടെ ചിത്രവും ആ വാർത്തയിൽ കാണിക്കുന്നുമുണ്ട്. തൊണ്ടയിൽ കുടുങ്ങി ഫുഡ് ബ്ലോഗ് ഇതറിഞ്ഞ കല്ലു ട്രാവലർ റൈഡിംഗ് ഗിയേഴ്സുമായി കേരളത്തിലേക്ക് തിരിച്ചു. സിനിമാ റിവ്യൂ പറയുന്ന അശ്വന്ത് കൊക്ക് എന്ന കഥാപാത്രവും ഈ സിനിമയിലുണ്ട്. പക്ഷേ കൊക്കിന്റെ ഡ്യൂപ്പിനെയാണ് സിനിമയിൽ ഉപയോഗിച്ചത്. സോഷ്യൽ മീഡിയ റെഫറൻസുകൾ സിനിമയിൽ ഒരുപാടിടത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. സിനിമയിൽ ചട്ടിച്ചോറുണ്ട്, കണ്ണാപ്പികളുണ്ട്, മസനഗുടി വഴി ഊട്ടിക്ക് പോകുന്നത് വരെയുണ്ട്. പക്ഷെ സിനിമയിൽ നല്ലൊരു തിരക്കഥ മാത്രമില്ല. ആ ഒരു സിനിമയിലെ പറയാൻ വിട്ടുപോയ സോഷ്യൽ മീഡിയ റെഫറൻസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.